പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ നന്ദനൊപ്പ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തിയിരിക്കുക. തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എന്തിനാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഈ കേരളത്തിലെത്തുന്നത്? MP ഇല്ല എന്നത് പോട്ടെ, ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിൽ ഇത്രയും വിലപ്പെട്ട സമയമുള്ള ഒരു പ്രധാനമന്ത്രി എന്തിനാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത്? പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ കേരളത്തിൽ കിടന്ന് കറങ്ങുന്നത്? എത്ര കറങ്ങിയാലും ഒരു രക്ഷയുമില്ല. കേരളം BJPക്ക് അനുകൂലമാകാൻ പോകുന്നില്ല. ഒരു അക്കൗണ്ട് പോലും BJPക്ക് തുറക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ നരേന്ദ്രമോദി വിലപ്പെട്ട സമയം പാഴാക്കി കേരളത്തിൽ കിടന്ന് കറങ്ങുന്നത്, കേരളത്തിൽ പ്രചരണം നടത്തുന്നത്? വെറുതെ കണ്ടക്ഷോഭം നടത്താമല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവിൽ കേരളത്തിൽ അതൊന്ന് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ നമ്മൾ കണക്കുകൂട്ടുമ്പോൾ കഴിഞ്ഞ 10 ആഴ്ചക്കിടയിൽ 5 തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അത് തമിഴ്നാട്ടിൽ 7 തവണ എത്തിയിരിക്കഴിഞ്ഞു. നമ്മളെക്കാലം 2 തവണ കൂടുതൽ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ദക്ഷിണ ഇന്ത്യയിൽ BJPയും മോദിയും ചില പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടത്. എന്തിനാണ് ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം ചെലവഴിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന രീതിയും ലക്ഷ്യവും ഒന്നുമല്ല BJPക്കുള്ളത് എന്നതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. രാജ്യത്ത് അവർ കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങളും ചില പദ്ധതികളും ഇപ്പോഴും നമ്മൾ അത് മണ്ടത്തരമാണ്, പൊളിഞ്ഞതാണെന്നൊക്കെ നമ്മുടെ കേരളത്തിൽ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് എന്നത് വല്ലാത്ത ചില മാറ്റങ്ങൾക്ക്, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരുപാട് മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്, നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം അവർക്ക് ഏറ്റവും അധികം സീറ്റ് സംഘടിപ്പിക്കുക, അവരുടെ സ്ഥാനാർത്ഥികൾ, നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, അവരെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ മുഴുവനും ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് മാക്സിമം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും മുഴുവനും ജയിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPക്കും അത് തന്നെയാണ്, അവരുടെ സ്ഥാനാർത്ഥികളെ മാക്സിമം ജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം. പക്ഷെ അതോടൊപ്പം തന്നെ BJPക്ക് മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. അതായത് BJPക്ക് അങ്ങനെ ഒരു മുൻകൂട്ടി എറിയലുണ്ട്. അതായത് ഇന്നത്തേക്ക് പ്രയോജനം വന്നില്ലെങ്കിലും നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം, അതിനാണ് മുൻകൂട്ടി എറിയൽ എന്ന് പറയുന്നത്. അത് BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 5 തവണ പ്രധാനമന്ത്രി, ഇത്രയും തിരക്കുള്ള പ്രധാനമന്ത്രി എത്തുന്നത്. തിരക്കുള്ള പ്രധാനമന്ത്രി നമ്മൾ പറയുമ്പോൾ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിക്കണം. പിന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്ത് അണികളെ കൂടുതൽ ഉത്ബുദ്ധരാക്കണം, സജീവമാക്കണം. ലോകരാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ അപ്പോൾ വിലയിരുത്തുകയും അതിൽ ഇടപെടുകയും അതിനുവേണ്ടി രാജ്യത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുകയും നിലപാട് ഉണ്ടാവണം. ഇങ്ങനെ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഇസ്രായേൽ കപ്പലിനെ പിടിച്ചെടുത്തതും അതുമായി ബന്ധപ്പെട്ട ചില ആശയപരമായ കാര്യങ്ങൾ, നിലപാടുകൾ രാജ്യത്തിന് നിലനിർത്താൻ അതിന്റെ എല്ലാം പ്രധാനമന്ത്രിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേക യോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടതുണ്ട്. അതിന്റെ ഇടപെടലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മുഴുവൻ സമയം പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ കേരളത്തിൽ എത്തുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BJPയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അത് നാളെ ഇന്ന് പ്രയോജനപ്പെടാക എന്നതല്ല ഉദ്ദേശം. അത് നാളെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയുള്ള ഒരു ബേസ് ഉണ്ടാക്കലാണ് ലക്ഷ്യമെന്ന് മനസ്സിലാവുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും BJPക്ക് കേരളത്തിൽ വോട്ടിംഗ് നിലവാരം കൂട്ടിക്കൊണ്ടുവരാൻ ഏതെല്ലാം തരത്തിൽ BJP വിരുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടും ഈ BJPക്ക് ഇങ്ങനെ വോട്ടിംഗ് നിലവാരം കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ വോട്ടിംഗ് നിലവാരം കൂട്ടുക എന്നതല്ല ലക്ഷ്യം, അക്കൗണ്ട് തുറക്കുകയാണ് ലക്ഷ്യം എന്നതാണ് BJP ഇപ്പോൾ പ്രചരണത്തിലൂടെ കേരളത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സന്ദേശം എന്നത്. അത് എത്രമാത്രം വിജയിക്കില്ല എന്നത് അവർക്ക് തന്നെ അറിയാം. അവർ കണക്ക് കൂട്ടുന്നുണ്ട്, അവർ വിലയിരുത്തി കഴിഞ്ഞതുമാണ്. അത് അവർക്ക് മാത്രമേ അറിയൂ അത് എന്താണ് അതിന്റെ സക്സസ് എന്നത്. പക്ഷേ ഇതിന്റെ ഭാവി ഞാൻ പറഞ്ഞു നാളത്തേക്ക് വേണ്ടിയുള്ളതാണ്.
കാരണം ദക്ഷിണേന്ത്യയിൽ പിന്നെ BJPക്ക് ചില പിന്നെ ഉദ്ദേശങ്ങളുണ്ട്. അത് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത 5 വർഷ ഭരണകാലത്ത് ഉണ്ടാകാൻ പോകുന്ന ചില പദ്ധതികൾ നടപ്പിലാക്കൽ, ചില ഭരണപരിഷ്കാരങ്ങൾ, ചില ഭരണഘടനാ പിന്നെ ഭേദഗതികൾ, ഇതെല്ലാം ഇപ്പോൾ തന്നെ BJPയുടെ ഉള്ളിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനനുസരിച്ച് കേരളത്തെ കളമൊരുക്കാൻ കഴിയുമോ, ദക്ഷിണേന്ത്യയിൽ കളമൊരുക്കാൻ കഴിയുമോ, കളമൊരുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് നടപടിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് തന്നെയാണ് BJPയുടെ. എന്തായാലും ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച, അതായത് ഇന്ന് പിന്നെ ഏപ്രിൽ 15-ാം തീയതി, വിഷു കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. ആ ദിവസം കേരളത്തിന്റെ ആലത്തൂരിലെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പിന്നെ മോദി പ്രചരണം നടത്തിയത്. തൃശ്ശൂരിൽ വന്നിട്ട് എല്ലായ്പ്പോഴും സുരേഷ് ഗോപിക്ക് വേണ്ടി വരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് വേണ്ടിയിട്ടാണ് പ്രചരണ രംഗത്ത് വരുന്നത്. TN സരസു ആരെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മറ്റ് വലിയ സെലിബ്രേറ്റീവ് സ്ഥാനാർത്ഥിയൊന്നുമല്ല TN സരസു, എങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആരാണ് TN സരസു? എന്തിനു വേണ്ടിയാണ് TN സരസിന് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് തന്നെ എത്തി പ്രചരണം നടത്തുന്നത്? ഒരു കാര്യം, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ വരുത്താൻ, ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ വരവിലൂടെ കഴിയും. അവിടെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ BJP വളരെയധികം ഉദ്ദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, മുൻകൂട്ടി കാണുന്ന ചില ഉദ്ദേശങ്ങൾ അവർ ഉണ്ട്. ഈ TN സരസു എന്ന് പറയുന്ന ഡോക്ടർ TN സരസു എന്ന് പറയുന്ന വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. അവർ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ അവർ തന്നെ ഇപ്പൊ പ്രചരണ രംഗത്ത് പറയുന്നത് അവർ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു സംഘടനയിലെ അംഗമായിരുന്നു, ഇടതുപക്ഷ അനുഭാവം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പ്രിൻസിപ്പൾ ആയതോടുകൂടി കോളേജിലെ ചില പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചില നടപടി എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് SFIയുടെ ചില നിലപാടുകളെ എതിർക്കേണ്ടി വന്നു. കാരണം SFI കോളേജിൽ കാണിച്ചു കൂട്ടുന്ന ചില കുഴപ്പങ്ങൾക്ക്, ചില പിന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ പ്രിൻസിപ്പൾ എന്ന നിലയിൽ എനിക്ക് തയ്യാറായില്ല. ഞാനൊരു അമ്മയും കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് കോളേജിൽ നടക്കുന്ന ചില കാര്യങ്ങളെ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് എന്റെ കടമയാണ്, പ്രിൻസിപ്പൾ എന്നുള്ള എന്റെ കടമയാണ് തോന്നുന്നു ഞാൻ ഇടപെടുകയും ചെയ്തു. പക്ഷേ SFIയെ നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല എന്ന നിലപാടാണ് SFIയും SFIയുടെ കീഴിലുള്ള പിന്നെ പാർട്ടിയായ നിയന്ത്രണത്തിലുള്ള SFIയെ നയിക്കുന്ന പാർട്ടിയായ CPM-ഉം, അത് ഭരണകക്ഷിയാണ്, അവർ നയിച്ചു. പക്ഷെ അതിലൊന്നും ഞാൻ പിന്നെ മുഖം കൊടുക്കാതെ ശക്തമായ ചില നിലപാടെടുത്തു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അവര് റിട്ടയർ ചെയ്യുന്നതിന്റെ അന്ന് അവർക്കെതിരെ ഗവൺമെന്റ് കുറ്റപത്രം സമർപ്പിക്കുന്നു. അത് അവരുടെ പെൻഷനെ മറ്റേയും ബാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കേരളം കണ്ടതാണ്. അപ്പൊ എന്തായാലും ഈ TN സരസു ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ദേശീയ ശ്രദ്ധ വരുന്നു. പ്രധാനമന്ത്രിയുമായിട്ട് നേരത്തെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് TN സരസു നിരവധി കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങളും കേരളത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അവർ തമ്മിൽ ഫോണിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. അങ്ങനെ പ്രധാനമന്ത്രിക്ക് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സരസുവിന് നമുക്ക് ഒരു ചെറിയ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞിട്ട് പോകാം. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. SFI അവിടെ ഇവർ റിട്ടയർ ആവുന്ന ദിവസം തന്നെ അവർക്ക് പിന്നെ അവിടെ ഒരു ശവമഞ്ചം ഒരുക്കി, അതായത് പിന്നെ കുഴിമാടം ഉണ്ടാക്കി അവിടെ റീത്ത് വച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ പിന്നെ SFI വളരെ മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ പ്രതിഷേധിച്ച ഒരു പ്രതിഷേധത്തിന് ഇരയായ ഒരു ആളാണ് ഈ TN സരസു എന്ന് പറയുന്നത്. എന്തായാലും അവിടെ പ്രധാനമന്ത്രി വരുന്നു, TN സരസുവിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. നാളെ ഇത് ഉണ്ടാകാൻ ഇന്ന് പ്രയോജനമുണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി നാളെ ഉണ്ടാകാൻ പോകുന്ന പ്രയോജനത്തെ കുറിച്ചാണ് BJP ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ മണ്ഡലമായ കാട്ടാക്കട വരികയും കാട്ടാക്കട വലിയ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ എല്ലാം അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് പത്മനാഭന്റെ മണ്ണിൽ വന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് പിന്നെ നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയൊക്കെ സ്മരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് 2 സ്ഥലത്തും പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ ഗവൺമെന്റാണ്, കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഗവൺമെന്റാണ്.
സാധാരണ ജനങ്ങളുടെ പണം ബാങ്കുകളിൽ നിന്നും തട്ടിയെടുത്ത ഒരു ഗവൺമെന്റാണ്. അങ്ങനെ സാധാരണ ജനങ്ങളുടെ തട്ടിയെടുത്ത ഈ ഗവൺമെന്റിനെ കൃത്യമായിട്ടും കുറ്റവാളിയെ കണ്ടെത്തി അവർക്ക് വേണ്ട നടപടികൾ, അവർക്കെതിരായ നടപടി സ്വീകരിക്കും. മാത്രമല്ല അവർക്ക് നഷ്ടപ്പെട്ട പണം, ഈ ബാങ്ക് നിക്ഷേപിച്ച പാവങ്ങളുടെ പണം, ഇവിടുത്തെ ഭരണകക്ഷി പാർട്ടി തട്ടിയെടുത്ത ഈ പണം തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കരവന്നൂർ ബാങ്കിൽ നിന്നും ഏകദേശം 23,688 സ്ഥിര നിക്ഷേപങ്ങളാണ് അവിടെ ഈ ED കണ്ടെത്തിയിരിക്കുന്നത്, സ്ഥിര നിക്ഷേപകരായിട്ട്. അതിൽ നിന്നും ഏകദേശം 64 അക്കൗണ്ടുകളിൽ നിന്നായിട്ട് ഏകദേശം 108 കോടി രൂപ ഈ ED കണ്ട് കെട്ടിക്കഴിഞ്ഞിരുന്നു. ആ കണ്ടു കെട്ടിയ പണം തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപകർ കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ ഈ ഹർജി വന്നപ്പോൾ EDയോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം. നമ്മുടെ ED പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്നതിന് എതിരില്ല. അപ്പോൾ ഞങ്ങൾ ഇവരെല്ലാം യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഇതിന്റെ നിക്ഷേപകരെന്ന് ബോധ്യമാവുകയാണെങ്കിൽ, ആ നിക്ഷേപം കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ അവർക്ക് ആ പണം, ഞങ്ങൾ കണ്ടുകെട്ടിയ പണം തിരിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ പ്രധാനമന്ത്രി ഈ അക്കൗണ്ടുകൾ, നഷ്ടപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്ന് പണം CPM-കാര് തട്ടിയെടുത്ത പണങ്ങളെല്ലാം തിരിച്ചു നൽകും എന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുകയും അന്ന് തന്നെ കോടതിയിൽ ED ഈ പണം തിരിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി ചേർത്ത് വിലയിരുത്തുമ്പോൾ ഗവൺമെന്റ് ഒരു BJPക്ക് അത് എത്രമാത്രം പ്രയോജനകരമാകുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും പ്രധാനമന്ത്രിക്ക് ഈ കേരളത്തിൽ ഈ സന്ദർശനം ഒരു നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു വിലയിരുത്തൽ നടക്കാൻ കഴിയില്ല. പ്രതിപക്ഷങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ദേശീയ പ്രതിപക്ഷം, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രധാനമന്ത്രി വന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രി അടിക്കടിക്ക് കേരളത്തിൽ വരികയും ശക്തമായ പ്രചരണത്തിലെങ്കുകയും ചെയ്യുമ്പോൾ അതിൽ എന്താണ് BJP ഉദ്ദേശിച്ചിരിക്കുന്നത് കാണാതെ പോകാനും പറ്റില്ല.